ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീറ്റിഗിൾ ടെക് 5 പൈസ ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ സംഭവബഹുലമായ ഒരു വീക്കായിരുന്നു കഴിഞ്ഞ ആഴ്ച കടന്നുപോയത്. നമ്മുടെ മൺഡേയിൽ നമ്മളെ മാർക്കറ്റ് നിഫ്റ്റി ഏകദേശം പറഞ്ഞാൽ നല്ലൊരു 24,500 കിടന്ന നിഫ്റ്റി ഒറ്റയടിക്ക് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് 23,700 ഭാഗത്ത് വന്ന് തിരിച്ചു കയറി 24,000 ഭാഗത്തേക്ക് വന്ന ആ ഒരു റേഞ്ചിന്റെ ഭാഗത്ത് നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നു. ട്യൂസ്ഡേയിലെ മാർക്കറ്റ് ആ ഒരു ഹൈക്ക് മുകളിൽ ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചു. വെനസ്ഡേയിലും ആ ഒരു ഹൈയുടെ മുകളിലോ ആ 24,260 ഭാഗത്തൊക്കെ ഓപ്പൺ ചെയ്തു. ഹെവി ആയിട്ടുള്ള സെല്ലിംഗ് പ്രഷറിൽ താഴേക്ക് വന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് പണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നുണ്ട് 24,400 ഒരു ഇമ്പോർട്ടൻസ് മെയ് 12 കഴിഞ്ഞ വർഷം വന്ന ആ ഒരു നമ്മുടെ ഇൻഡോ പാകിസ്ഥാൻ പീസ് സ്റ്റോക്കിൽ വന്ന ആ ഒരു 24,400 എന്ന് പറഞ്ഞ ആ ഒരു ബിഗ്ഗസ്റ്റ് ബൈങ് ഏരിയയുടെ ഒരു റേഞ്ച് മാർക്കറ്റ് ഒരു വർഷത്തിന് ഓൾമോസ്റ്റ് ഒരു വർഷം ആവാറായി. ഇന്ന് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ കഴിഞ്ഞ പോയ വീക്കിന്റെ ഫസ്റ്റ് ഡേയിൽ തിങ്കളാഴ്ച പൊട്ടി താഴേക്ക് ഇറങ്ങി വന്നു. സോ അതിനുശേഷം മാർക്കറ്റ് ആ ഭാഗത്തേക്ക് റീകൂപ്പ് ചെയ്യാൻ ഒരു ശ്രമമൊക്കെ നടത്തിയതിനു ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് താഴേക്ക് ഇറങ്ങി ഒരു സെല്ലിങ്ങോടുകൂടി വന്നു. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ വീക്ക് ആയിട്ടാണ് അവസാനിച്ചിരിക്കുന്നത്. അതേ അപ്സൈഡിലേക്ക് പോകാൻ ഒരു ശ്രമം നടത്തി മൺഡേയുടെ പ്രൊഫൈലിന് മുകളിലോട്ട് പോകാനുള്ള എക്സെഷൻ നടക്കാൻ ശ്രമിച്ച് അത് ഫെയിലുവർ ആയിട്ട് തിരിച്ച് താഴേക്ക് ഇറങ്ങി വന്നൊരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ വീക്ക് ആയിട്ടാണ് നിഫ്റ്റി നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും നിഫ്റ്റി പറയുമ്പോൾ നിഫ്റ്റി ഒരു ഡേഞ്ചറസ് ആയിരുന്നു. അതുകൂടാതെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കഴിഞ്ഞ 17 ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ വിത്ത് ഒരു ചെറിയ വീക്കിലി സിംഗിൾ 23,600 ഭാഗത്തൊക്കെ 600 തൊട്ട് 449 ഒരു സിംഗിൾ പ്രിന്റ് ഉണ്ട്. പിന്നെ 23,271 ഭാഗത്തിന് സിംഗിൾ പ്രിന്റ്, വീക്കിലി സിംഗിൾ പ്രിന്റോട് കൂടിയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. POCയുടെ ഒരു വന്നിരിക്കുന്നത് POC ഏകദേശം പറഞ്ഞാൽ 23,701 ഭാഗത്തൊക്കെയാണ് POC മാർക്കറ്റ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന വീക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഏപ്രിൽ മാസത്തിന്റെ ആ ഒരു ഫസ്റ്റ് വീക്കിന്റെ ആ ഒരു ഭാഗത്തൊക്കെയാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾ നോക്കാൻ പറയാം ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഏപ്രിൽ 15 ഈ ഒരു POC 23,340 ആ ഭാഗത്ത് നിന്ന് മാർക്കറ്റ് കയറിപ്പോയി. ആ ഒരു വീക്കിൽ നിന്ന് പിന്നെ ഒരു കയറ്റം കയറിപ്പോയ ഒരു മാർക്കറ്റിന്റെ ഭാഗത്തായിരുന്നു നിൽക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ നിൽക്കുന്നത് 23,170 ക്ലോസിംഗ് ആണ്. അത് ഓൾമോസ്റ്റ് ഈ ഒരു ഭാഗത്താണ്. ഈ 22,936 40-നും 23,199 ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പ് സോൺ ഉണ്ട്. കാരണം ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ഏപ്രിൽ സെക്കൻഡ് വീക്കിന്റെ ഭാഗത്ത് മാർക്കറ്റ് ഇതിലെ ഒരു ട്രെൻഡിങ് അപ്പായിട്ട് മാർക്കറ്റ് പോയി അതിനെ കണ്ടിന്യൂവേഷൻ തന്ന് മാർക്കറ്റ് കയറിപ്പോയ സമയമായിരുന്നു. നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ സമയത്ത് നമ്മുടെ ട്രംപ് വന്നിട്ട് ഒരു ടാരിഫും കൊടുത്തു. നമ്മുടെ മാർക്കറ്റ് അടിച്ച് താഴേക്ക് ഇറങ്ങി 21,889 ഭാഗത്തൊക്കെ നിഫ്റ്റി പോയായിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ ഒരു തിരിച്ച് റിവേഴ്സ് ചെയ്ത മാർക്കറ്റ് 21,900 ഭാഗത്ത് തുടങ്ങി 26,400 വരെ പോയ മാർക്കറ്റ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തെ മാർക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. തിരിച്ച് നമ്മളെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു റാലി സ്റ്റാർട്ട് ചെയ്ത ഭാഗത്തിന്റെ ഇമ്പോർട്ടന്റ് ആയ 23,199 ആ ഒരു 15th ഏപ്രിലിലെ വീക്കിന്റെ ലോവർ ലെവൽ പൊട്ടി നിൽക്കുകയാണ്. അപ്പൊ നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ എങ്ങോട്ട് പോകും എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ്, അതായത് 22,944 വരെയുള്ള ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് നിഫ്റ്റി കൂടുതലാണ്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് നമ്മൾ ഈ പ്രൊഫൈലിന്റെ ഭാഗത്തേക്ക് നിഫ്റ്റി എൻ്റർ ചെയ്ത് കഴിയുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു വീക്കിലി സിംഗിൾ പ്രിന്റ് ആയ 22,738 713 എന്ന് പറഞ്ഞ വീക്കിലി വാല്യൂ ഏരിയ ഹൈയുടെ ഭാഗത്തേക്ക് വന്ന് അത് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് നോക്കും. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ തിരിച്ച് എങ്ങോട്ട് വരും, ഈ ഒരു POC ആയ 22,412 ഭാഗത്തേക്ക് വരാനുള്ള ശ്രമം നടത്തും. അവിടെയും സപ്പോർട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ തിരിച്ച് എങ്ങോട്ട് വരും, ഈ 21,944 അഥവാ 22,000 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ 1000 പോയിന്റ് 21,800 ഭാഗത്ത് നിന്ന് 22,900 വരെയുള്ള ഏകദേശം 1,100 പോയിന്റ് നിഫ്റ്റി കയറിയത് ഈ മൺഡേയിലെ 7th ഏപ്രിൽ 2025 പ്രൊഫൈലിന്റെ ഭാഗത്താണ്. സോ നമ്മൾ ആ പ്രൊഫൈലിന്റെ ഭാഗത്തേക്ക് എൻ്റർ ആകുമ്പോൾ യൂഷ്വലി അവിടെയുള്ള കുറെ അനോമലീസ് ആയ സിംഗിൾ പ്രിന്റുകൾ വിർജിൻ POCകൾ അതൊക്കെ ടച്ച് ചെയ്യാനുള്ള ഒരു ശ്രമം നമ്മളെ മാർക്കറ്റ് നടത്തും. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് 22,940 പൊട്ടാതെ നോക്കേണ്ടത് നമ്മളെ കടമയാണ്. അത് പൊട്ടിയാൽ മാർക്കറ്റ് 22,713 അതിന് താഴെ 22,412 അതിന് താഴെ 22,000 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് സ്പോട്ട് മാർക്കറ്റിൽ വളരെയധികം കൂടുതലാണ്. ഇതാണ് എനിക്ക് ഡൗൺവേർഡ് ലെവലിൽ നിഫ്റ്റിയുടെ ഒരു ഓവറോൾ സ്ട്രക്ചറിൽ എനിക്ക് പറയാനുള്ള കാര്യം.
ഇനി നമുക്ക് നോക്കേണ്ട അപ്വേർഡ്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ഇപ്പം തിരിച്ച് ഈ ഒരു 23,300 അല്ലെങ്കിൽ 23,440 400ന് മുകളിൽ നിഫ്റ്റിയുടെ സ്പോട്ട് തിരിച്ച് വരികയാണെങ്കിൽ തിരിച്ച് അവൻ എങ്ങോട്ട് പോകും? ഈ ഒരു സിംഗിൾ പ്രിന്റ് ഫില്ല് ചെയ്യാനും അതിന് മുകളിൽ ഈ ഒരു വീക്കിലി POC ആയ 23,701ന്റെ 702ന്റെ ഭാഗത്തേക്ക് ഒരു മെയിൻ റിവേർഷൻ തരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇതാണ് ഒരു ഓവറാൾ സ്ട്രക്ചർ ആയിട്ട് എനിക്ക് നിഫ്റ്റിയുടെ മാർക്കറ്റിൽ പറയാനുള്ളത്. ആ 23,700ന്റെ ഭാഗത്ത് മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യും. ആ റെസിസ്റ്റൻസ് വേണമെങ്കിൽ തിരിച്ച് വീണ്ടും താഴേക്ക് ഇറക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ല 23,701ന് മുകളിൽ നിഫ്റ്റി ക്ലോസ് ചെയ്താൽ മാത്രമേ ഇനി ഞാനൊരു ന്യൂട്രൽ മാർക്കറ്റിലേക്ക് പോയി എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതൊരു ബുള്ളിഷിലേക്ക് പോവുകയാണെങ്കിൽ ഈ കഴിഞ്ഞു പോയ വീക്കിന്റെ വാല്യൂ ഏരിയ ഹൈ ആയ 24,211ന് മുകളിൽ നിഫ്റ്റി ഒരു കൺസിക്യൂട്ടീവ് ക്ലോസിംഗ് തരയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ മാർക്കറ്റ് ഡൗൺവേർഡ് മൊമെന്റം തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അത് തിരിച്ച് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് വേണമെങ്കിൽ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ നോക്കേണ്ട രണ്ട് നമ്പർ എന്ന് പറഞ്ഞാൽ 23,701 ന്യൂട്രൽ വ്യൂയിലേക്ക് പോകാനും 24,211 തിരിച്ച് വീണ്ടും ബുള്ളിഷ് വ്യൂയിലേക്ക് പോകാനും ഇല്ല ഈ ബെയറിഷ് വ്യൂ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ 22,940 എന്ന് പറഞ്ഞ ഒരു ഡൗൺവേർഡ് ലെവലും നിങ്ങൾ ഒരു ട്രേഡിംഗ് എന്ന നിലയിൽ നിങ്ങൾ ഈ നമ്പർ നിങ്ങളുടെ സിസ്റ്റത്തിൽ വരച്ചു വെക്കേണ്ട ഒരു ആവശ്യം കൃത്യമായിട്ടുണ്ട്. ഇപ്പൊ ഇതാണ് നിഫ്റ്റിയുടെ എനിക്കൊരു വീക്കിലി വ്യൂ പറയാനുള്ളത്. ഇനി ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച ഫസ്റ്റ് വന്നേക്കുന്നത് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ഇതിൽ ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആണ്. നിഫ്റ്റി എങ്ങനെയാണോ സിസ്റ്റം തന്നത് അതേപോലെ ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റി വന്നിരിക്കുന്നത്. 57,000ന്റെ ഭാഗത്ത് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു റെസിസ്റ്റൻസ് ഇപ്പോഴും കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഭാഗത്ത് മാർക്കറ്റ് ഗ്യാപ് ഡൗണോടുകൂടി കഴിഞ്ഞ വെള്ളിയാഴ്ച സ്പൈക്കോടുകൂടി പോയി ആ ഗ്യാപ് ഡൗൺ കംപ്ലീറ്റ് ആയി താഴേക്ക് ഓപ്പൺ ചെയ്തു, തിരിച്ച് മുകളിലോട്ട് കയറാൻ ശ്രമിച്ചു, അവിടുന്ന് അടി കിട്ടി വീണ്ടും താഴേക്ക് ഇറങ്ങി, അങ്ങനെ ഇറങ്ങി 53,770ന്റെ ഭാഗത്ത് ചുരുക്കി പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയ പല സപ്പോർട്ടുകളും പൊട്ടി താഴേക്ക് ഇറങ്ങി ക്ലോസ് ചെയ്ത സമയമാണ്. സോ ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ വീക്കാണ്. ഈ വീക്കിലും POC നിൽക്കുന്ന 55,795ന്റെ ഭാഗത്താണ് POC നിൽക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ആദ്യം ഞാൻ എന്ത് പറയാം, അപ്പർ സൈഡിലേക്ക് പോകണം. അപ്പം നമ്മൾ ഈ 54,500 450 മുകളിൽ ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 55,000ന്റെ ഭാഗത്ത് ഈ സിംഗിൾ പ്രിന്റ് ഫില്ല് ചെയ്യാനും അതിന് മുകളിൽ 55,800 എന്ന് പറഞ്ഞാൽ ഈ POCയുടെ ഭാഗത്തേക്ക് പോകാനും അതിന് മുകളിൽ 56,870 എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞു പോയ വീക്കിന്റെ വാല്യൂ ഏരിയ ഹൈയുടെ ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആദ്യം അവ എന്ത് ചെയ്യണം, 54,500ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം, അതിന് മുകളിൽ 55,000ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അവൻ എങ്ങോട്ട് പോവാം, കഴിഞ്ഞ വീക്കിന്റെ POC ആയ ന്യൂട്രൽ സ്ട്രീം ഡൗൺ വീക്കിന്റെ POC ആയ മീൻ റിവേർഷൻ പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് ആ ന്യൂട്രൽ സ്ട്രീമിന്റെ ട്രേഡ് സെറ്റപ്പ് പ്രകാരം നമുക്ക് മെന്ററിംഗ് ബാച്ചുള്ളവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. സോ അവൻ എങ്ങോട്ട് പോകണം, 55,790ന്റെ ഭാഗത്തേക്ക് പോകണം. അതിന് മുകളിൽ ആ കഴിഞ്ഞു പോയ വീക്കിന്റെ വാല്യൂ ഏരിയ ഹൈക്ക് മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പറയാം എന്താണ്, ബാങ്ക് നിഫ്റ്റിയിൽ ഇനി ഒരു അടി പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല, ഒരു ബാലൻസ് മോഡിലേക്ക് വേണമെങ്കിൽ പോവാമെന്ന് നമുക്ക് പറയാം. അത് പറയണമെങ്കിൽ ആദ്യം അത് 55,000 കടക്കണം, 55,795 കടക്കണം, 56,880 മുകളിൽ അവന് ക്ലോസ് ചെയ്യുകയും വേണം. ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയുടെ അപ്പർ സൈഡിലേക്കുള്ള റെഫറൻസിലേക്ക് വരാനുള്ളത്. ഇനി ഡൗൺ സൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിയറിയാം, ബാങ്ക് നിഫ്റ്റി ഇതുവരെ കഴിഞ്ഞ വർഷത്തെ പ്രൊഫൈലിന്റെ ഭാഗത്തേക്ക് എത്താത്ത ബാങ്ക് നിഫ്റ്റി ഇപ്പം ബാങ്ക് നിഫ്റ്റി ആ കഴിഞ്ഞ വർഷ പ്രൊഫൈലിന്റെ ഭാഗത്തേക്ക് എത്തി. നിങ്ങൾ നോക്ക്, അതായത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു പ്രൊഫൈൽ കണ്ട 54,200 എന്ന് പറഞ്ഞ 15th ഏപ്രിലിലെ പ്രൊഫൈലിന്റെ ഭാഗത്ത് നിഫ്റ്റി എത്തിച്ചതുപോലെ ബാങ്ക് നിഫ്റ്റിയും ചാത്തന്മാർ എത്തിച്ചിട്ടുണ്ട്. സോ ബാങ്ക് നിഫ്റ്റി ഇപ്പൊ നിൽക്കുന്നത് ഈ ഒരു സിംഗിൾ പ്രിന്റ് ഫില്ല് 54,464 ഈ സിംഗിൾ അപ് ടു 53,500 വരെയുള്ള ഈ സിംഗിൾ പ്രിന്റ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ 53,500 ബാങ്ക് നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ ഈ സിംഗിൾ പ്രിന്റ് ഫില്ല് ചെയ്ത് ഈ POCയുടെ ഭാഗത്തേക്ക് 52,771 പറഞ്ഞാൽ ഈ POCയുടെ ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാനും അതിന് താഴെ വേണമെങ്കിൽ ഈ 52,102 വരെ ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസും കൂടുതലാണ്. നിഫ്റ്റി നമ്മൾ ഇപ്പോഴും ആ 15th ഏപ്രിലിൽ ആ ഭാഗത്ത് നിഫ്റ്റി നിൽക്കുകയാണ്, അത് പൊട്ടി താഴെ നിൽക്കുന്നുണ്ട്. പക്ഷെ ബാങ്ക് നിഫ്റ്റി ഇപ്പോഴാണ് ആ 15th ഏപ്രിലിലെ കഴിഞ്ഞ വർഷത്തെ പ്രൊഫൈലിന്റെ വീക്കിലി പ്രൊഫൈലിന്റെ ഭാഗത്തേക്ക് എൻ്റർ ആയിരിക്കുന്നത്. സോ 54 അവൻ ക്ലോസ് ആയിരിക്കണം 53,729 സുമാറായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെയാണ് അവൻ ക്ലോസ് ചെയ്യുന്നത്. ഈ സിംഗിൾ പ്രിന്റ് ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവനെ സംബന്ധിച്ച് എന്താണ്, ഈ 53,657 53,500ന്റെ ഭാഗത്തേക്ക് വരാനുള്ള ശ്രമം നടത്തും.
അത് പൊട്ടുകയാണെങ്കിൽ അവ ഇറങ്ങി 53,200, 52,896 ഈ POC ആയ വിർജിൻ POC ആയ 52,771 ഭാഗത്തേക്ക് ടെസ്റ്റ് നടത്താനും അതിന് താഴെ വേണമെങ്കിൽ ഈ 52,102 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതലാണ്. ബാങ്ക് നിഫ്റ്റി 52,102 പൊട്ടുകയാണെങ്കിൽ പിന്നെ നമ്മളെ സംബന്ധിച്ച് 50,270 ഭാഗത്തേക്ക് മാത്രമേ ഉള്ളൂ ബാങ്ക് നിഫ്റ്റിക്ക് ഇനി ഒരു സപ്പോർട്ട് എന്ന് പറയാനുള്ളത്. അതൊരു ഡേഞ്ചർ ആയ ഒരു ഇൻഫർമേഷൻ. 52,000 ഒരു ബിഗ് നമ്പർ ബാങ്ക് നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ ഡേഞ്ചർ ആയ ഒരു സിറ്റുവേഷനിലേക്ക് പോകും. അത് 50,000 ഭാഗത്തേക്ക്, അതായത് 7th ഏപ്രിൽ നമ്മളിപ്പം നിഫ്റ്റി പ്ലാൻ ചെയ്ത 7th ഏപ്രിലിന്റെ പ്രൊഫൈലിന്റെ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് മാർക്കറ്റിൽ കൂടുതലാണ്. അപ്പം നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ നിഫ്റ്റി ട്രേഡർ ആയിക്കോട്ടെ ബാങ്ക് നിഫ്റ്റി ട്രേഡർ ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യണം? 5th നിങ്ങളിപ്പോൾ നോക്കേണ്ടത് കഴിഞ്ഞ വർഷം ഏപ്രിലിലെ 7th ഏപ്രിലിലെ വീക്കിന്റെ പ്രൊഫൈലും 15th ഏപ്രിലിലെ വീക്കിന്റെ പ്രൊഫൈൽ, അതായത് 7th തൊട്ട് ആ 2 ആഴ്ചത്തെ പ്രൊഫൈൽ നിങ്ങൾക്ക് എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മാർക്കറ്റിനെ അനലൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പോകും. നമുക്കിനി നോക്കേണ്ടത് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയാം. സോ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് വീക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയൊരു ഡൗൺ വേർഡ് ഒന്നും പ്രതീക്ഷിച്ചില്ല. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചും ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ, ചെറിയൊരു ഡൗൺ ആയിട്ടാണ് അവൻ കൃത്യമായിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അത്രയ്ക്ക് അങ്ങനെ വലിയൊരു സെല്ലിംഗ് ഒന്നും മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ കണ്ടില്ല. മിഡ് ക്യാപ്പ് പഴയ ആ ഒരു റേഞ്ചിന്റെ ഭാഗത്തൊക്കെ ഉള്ളൂ. POC തൊട്ട് 12,632 എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞു പോയ വീക്കിന്റെ വാല്യൂയുടെ തൊട്ട് താഴെയാണ് മിഡ് ക്യാപ്പ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വീക്കിലി POC നിൽക്കുന്ന 12,740 ഭാഗത്ത്. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 12,635 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ POC ആയ 12,740 അതിന് മുകളിൽ 13,047 മുകളിൽ എൻ്റർ ആവാനുള്ള ചാൻസ് ഉണ്ട്. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഒരു ബുള്ളിഷ് മൊമെന്റം ഞാൻ പറയണമെങ്കിൽ ഈ 13,313, അതായത് 13,325 മുകളിൽ മിഡ് ക്യാപ്പ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനൊരു അപ്വേർഡ് മൊമെന്റം മിഡ് ക്യാപ്പിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇല്ല, നമ്മളിപ്പം ഈ നിൽക്കുന്ന മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയാം. മിഡ് ക്യാപ്പ് നമ്മളിങ്ങനെ ബാക്ക് അടിച്ച് പോകുമ്പോൾ നമ്മളിപ്പം ഈ ഒരു കണ്ടോ, കഴിഞ്ഞ ജാനുവരിയിൽ നമ്മുടെ ഏപ്രിൽ നമ്മുടെ ഫസ്റ്റ് ബഡ്ജറ്റിനകത്ത് ആ ഒരു വീക്കിൽ നമ്മൾ മിഡ് ക്യാപ്പ് 12,782 ലോ അടിച്ചു. ആ 12,782 ലോ എന്ന് പറഞ്ഞ ഈ ഒരു ലോ പൊട്ടി ആശാൻ കൃത്യമായി ക്ലോസ് ചെയ്യണം. അപ്പൊ നമ്മളിപ്പോ മിഡ് ക്യാപ്പ് ഇപ്പൊ എയിം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ഒരു POCയുടെ ഭാഗത്തേക്ക് അവൻ പോയാൽ, ഏത് POC? നമ്മുടെ ഈ കഴിഞ്ഞു പോയ ഏതാണ് സെപ്റ്റംബർ മാസം 25ന്റെ POCയുടെ ഭാഗത്തേക്ക് അവ എയിം ചെയ്തു. ഈ 12,500 എന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് ഭാഗത്ത് സപ്പോർട്ട് മിഡ് ക്യാപ്പ് എടുത്ത് അവിടെ കിടന്ന് കളിക്കുകയാണ്. സോ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള ഈ സപ്പോർട്ടാണ് 12,434 എന്ന് പറഞ്ഞ ഈ സപ്പോർട്ട് 25th ആഗസ്റ്റിന്റെ വാല്യൂ ഏരിയ ലോ, വീക്കിലി വാല്യൂയുടെ ലോ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഒരു സപ്പോർട്ടീവായിട്ട് എടുക്കും. ഈ 12,434 മാർക്കറ്റ് പൊട്ടയാണെങ്കിൽ മാത്രമേ ഒരു ഡേഞ്ചറസ് ആയിട്ട് സിറ്റുവേഷൻ വരുള്ളൂ. അത് ഈ 12,233 ഭാഗത്തും അത് താഴെ ഈ 11,900 ഭാഗത്തും ഈ 12,000 മിഡ് ക്യാപ്പ് പൊട്ടുകയാണെങ്കിൽ നമ്മൾ എങ്ങോട്ട് വരുന്നു? നമ്മൾ എൻ്റർ ആവുന്നത് ഈ പ്രൊഫൈലാണ്. ഏതാണ്? ഈ ഒരു വാല്യൂ ഏരിയ 15 ഏപ്രിലിൽ. അപ്പോഴായിരിക്കും നമ്മൾ ഏത് പ്രൊഫൈലിന്റെ ഭാഗത്തേക്ക് എൻ്റർ ആവുന്നത്? മിഡ് ക്യാപ്പ് ഇപ്പോഴും നമ്മൾ ആ മാർച്ചിലെ പ്രൊഫൈലിലേക്ക് എൻ്റർ ആയിട്ടില്ല, കഴിഞ്ഞ ഏപ്രിൽ പ്രൊഫൈലിൽ എൻ്റർ ആയില്ല. അപ്പൊ മിഡ് ക്യാപ്പ് 11,700 മാർക്കറ്റ് പൊട്ടുകയാണെങ്കിൽ മാത്രം ഈ ഒരു 15th ഏപ്രിലിലെ പ്രൊഫൈലിലെ POC ആയ 11,534 ഭാഗത്തേക്കും അവൻ 7th ഏപ്രിലിലെ പ്രൊഫൈലിൽ എൻ്റർ ആവണമെങ്കിൽ 11,251 പൊട്ടണം. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴും മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് താഴേക്ക് പൊട്ടാനാണെങ്കിൽ നീയും കുറച്ചും കൂടെ പൊട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ മിഡ് ക്യാപ്പ് പ്ലേയേഴ്സ് നിങ്ങൾ ഈ പറഞ്ഞ നമ്മൾ ഈ 12,000 എന്ന് പറഞ്ഞ ആ ഒരു 11,722 എന്ന് പറഞ്ഞ ആ ഒരു സപ്പോർട്ട് വാച്ച് ചെയ്യുക. സോ ഇത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള ചാൻസും വന്ന് അത് വേണമെങ്കിൽ ഈ 11,000 ഭാഗത്തേക്കൊക്കെ മിഡ് ക്യാപ്പ് തിരിച്ചെത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പം എൻ്റർ ആയിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഏപ്രിൽ മാസത്തെ 7th ഏപ്രിൽ തൊട്ട് 15 ഏപ്രിലിനകത്തുള്ള പ്രൊഫൈലിന്റെ ഭാഗത്തേക്കാണ് മാർക്കറ്റ് എൻ്റർ ആയിരിക്കുന്നത്. ഈ പറഞ്ഞ റെഫറൻസ് ലെവലുകളെല്ലാം കൃത്യമായിട്ട് ഓർത്തു വെച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. ഇനി ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ 12,632 മുകളിൽ മാർക്കറ്റ് മിഡ് ക്യാപ്പ് നിൽക്കുകയാണെങ്കിൽ ഈ POC 12,740 അതിന് മുകളിൽ 13,000 ഭാഗത്തേക്കും പോവാം. ബാങ്ക് നിഫ്റ്റി 55,000 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 55,600 ഭാഗത്തും 56,900 ഭാഗത്തേക്കും പോവാം. നിഫ്റ്റി 23,586 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 23,710 അതിന് മുകളിൽ ഈ 24,000 ഭാഗത്തേക്ക് പോകും. നമ്മൾ കഴിഞ്ഞ ഈ കഴിഞ്ഞു പോയ വീക്കിന്റെ വാല്യൂ ഏരിയ ലോയ്ക്കകത്ത് എൻ്റർ ആവുകയാണെങ്കിൽ ന്യൂട്രൽ എക്സ്ട്രീമിന്റെ ആ ഒരു വിഗറസ് മൂവ്മെന്റ് കാരണം തിരിച്ച് റിവേഴ്സ് ചെയ്ത് ഈ വാല്യൂ ഏരിയ ഹൈ ഒക്കെ വേണമെങ്കിൽ ടച്ച് ചെയ്യാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. ഇല്ല, ഞാൻ പറഞ്ഞ 22,940 എന്ന് പറഞ്ഞ ഫിഗർ നിഫ്റ്റിക്ക്, 52,000 എന്ന് പറഞ്ഞ ബാങ്ക് നിഫ്റ്റിക്കും 11,800 എന്ന് പറഞ്ഞ മിഡ് ക്യാപ്പിന് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടായിട്ട് ആക്റ്റീവ് ആവും. അത് പൊട്ടിയാൽ നല്ലൊരു സെല്ലിങ്ങിലേക്ക് മാർക്കറ്റ് വീണ്ടും പോകാനുള്ള ചാൻസ് മാർക്കറ്റിൽ
കാണുന്നുണ്ട്. പാനിക്കാവാൻ വേണ്ടി പറഞ്ഞതല്ല, ദിസ് ഈസ് റിയാലിറ്റി. ആ റിയാലിറ്റി നിങ്ങൾ അറിഞ്ഞ് നിങ്ങൾ ട്രേഡ് ചെയ്യുമെങ്കിൽ നിങ്ങളുടെ പൊസിഷനെ നിങ്ങൾക്ക് അങ്ങനെ ബിൽഡ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഇതാണ് എൻ്റെ ഓവറോൾ വീക്കിലി റിവ്യൂ. നമുക്കിനി നാളത്തേക്കുള്ള മാർക്കറ്റ് പ്രൊഫൈലിന്റെ വ്യൂയിലേക്ക് പോവാം. ട്രേഡ് പ്ലാൻ അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യം ഞാൻ എന്ത് ചെയ്യാം, നമ്മളെ ചാർട്ട് എടുത്ത്, ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഗോ ചാർട്ടിംഗ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ താഴെ ഒരു തമ്പിലെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഗോ ചാർട്ടിങ്ങിന്റെ ലിങ്ക് കൊടുത്തിട്ടോ. ആദ്യമായി നിങ്ങൾ എടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫർ കിട്ടും. അതിനുശേഷം ഇവർ എനിക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള എൻ്റെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഓഫേഴ്സ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അങ്ങനെ അവർ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ രീതിയിൽ 15% നിങ്ങൾക്ക് എക്സ്ട്രാ അല്ലെങ്കിൽ 10% നിങ്ങൾക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടുമെങ്കിൽ അത് നല്ലതല്ലേ. സോ അത് നിങ്ങൾക്ക് എൻ്റെ കോഡ് വഴി നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അലർട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ഗോ ചാർട്ടിംഗ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഗ്രേറ്റ് ഈഗിൾ എന്നൊരു കോഡ്, ക്യാപിറ്റൽ ലെറ്ററിൽ ഗ്രേറ്റ് ഈഗിൾ എന്ന് പറഞ്ഞാൽ ഞാനതിവിടെ ടൈപ്പ് ചെയ്ത് തരാം. ക്യാപിറ്റൽ ലെറ്ററിൽ എന്താണ് നമ്മളെ ഗ്രേറ്റ് ഈഗിൾ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ഈഗിൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്താൽ എന്താണ് നിങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ ഈ ഗോ ചാർട്ടിംഗ് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കോഡ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് സ്പേസ് ഒന്നും വെക്കണ്ട, ഗ്രേറ്റ് ഈഗിൾ എന്ന് പറഞ്ഞാൽ ഈ കോഡ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കോഡ് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആ ഒരു എന്താണ് ആ ഒരു ആക്ഷനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യാനുള്ള ചാൻസും എന്തുവാണ് കൃത്യമായിട്ട് അത് സംഭവിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഗ്രേറ്റ് ഈഗിൾ എന്ന് പറഞ്ഞ കോഡായിരിക്കും വരുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് കൃത്യമായിട്ട് എന്താണ് അത് ഉപയോഗിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. സോ ഇനി നമുക്ക് നോക്കേണ്ടത് വീക്കിലി വ്യൂവിന്റെ കാര്യത്തിലേക്ക് നമുക്ക് പോകണം. വീക്കിലി അല്ല, നമ്മൾ വീക്കിലി വ്യൂ കഴിഞ്ഞു. നമുക്ക് ഡെയിലി എടുത്തിട്ട് നമ്മുടെ ലെവൽ ട്രേഡിങ്ങിന്റെ കാര്യത്തിലേക്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പോവാം. സോ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, ബെയറിഷ് റെഫറൻസ് പൊട്ടിയിട്ടാണ് മാർക്കറ്റ് ഫ്രൈഡേയിൽ ഓപ്പൺ ചെയ്തത് മാർച്ചിൽ. അതിനുശേഷം പിന്നെ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ് ഇറങ്ങി താഴേക്ക് പോയായിരുന്നു. നിഫ്റ്റി S1 താഴെയാണ് ഓപ്പൺ ചെയ്തത്. ബാങ്ക് നിഫ്റ്റി ഫസ്റ്റ് സെക്കൻഡ് താഴേക്ക് അങ്ങ് ഇറങ്ങി പോയി. നിഫ്റ്റിയും S2ന്റെ ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്തു. താഴേക്ക് മല പോലെ അങ്ങ് വെള്ളം പോകുന്ന പോലെ പോയി. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് കഴിഞ്ഞ ഫ്രൈഡേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിനെ സംബന്ധിച്ച് പറയണമെങ്കിൽ എന്തുവാണ്, ഒരു നിഫ്റ്റി ഒരു പക്ക ഒരു നോർമൽ ഒരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ആയ ദിവസമാണ്. ഒരു ട്രെൻഡ് ഡൗൺ എന്ന് വേണമെങ്കിൽ നിഫ്റ്റിയെ കുറിച്ച് എനിക്ക് പറയാവുന്ന കാര്യമാണ്. ഒരു ട്രെൻഡ് ഡൗൺ അല്ലെ ഡിസ്ട്രിബ്യൂഷൻ ഡേ എന്ന് വേണമെങ്കിൽ പറയാം. ട്രെൻഡ് ഡൗൺ ഒക്കെ യു ക്യാൻ കൺസിഡർ ആസ് എ ഡിസ്ട്രിബ്യൂഷൻ ഡേ. കാരണം ജി പീരീഡിലാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തത്. സോ എപ്പോഴും ഓപ്പൺ ഓപ്ഷൻ, അതായത് OAORO ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ ദിവസങ്ങളിൽ ജി വിൽ ബി ദ വില്ലൻ എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പഴയ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അതേപോലെ ജി എന്നൊരു വില്ലനായിട്ട് സിംഗിൾ പ്രിന്റ് ക്രിയേറ്റ് താഴേക്ക് വന്ന ദിവസമാണ്. ഒരു ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ആണ് മാർക്കറ്റ്. POC നിൽക്കുന്ന 23,327 ഭാഗത്താണ് POC നിൽക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഒന്ന് നിഫ്റ്റിയുടെ POC ഒന്ന് ഞാനൊന്ന് താഴോട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് ബാക്കി കൊള്ളാം. 23,327 ഭാഗത്തേക്ക് ഞാൻ POC ഒന്ന് നിഫ്റ്റി കൊണ്ടുവന്നു. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ 23,100 താഴെ മാത്രമേ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച്, എത്രയാണ് നിഫ്റ്റിയിലെ POC എന്ന് പറഞ്ഞാൽ 23,327. ഞാൻ ബെയറിഷ് റെഫറൻസ് 23,100 താഴെ മാത്രം, 100 അല്ല, നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 23,327 ഭാഗത്തൊക്കെയാണ് POC വന്നത്. ഞാൻ ആ POC ഒന്ന് മാറ്റി വെച്ചു. 23,100 പൊട്ടിയാൽ മാത്രമേ ഞാനൊരു സെല്ലിംഗ് ഉള്ളൂ. അപ്പൊ സെല്ലിംഗ് എടുക്കുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോകും? ഇതിപ്പോ പഴയ ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ ആ പ്രൊഫൈലിന്റെ ഭാഗത്തേക്കാണ് മാർക്കറ്റ് ഇങ്ങനെ പോണത്. ഉണ്ടല്ലോ, ഏപ്രിൽ മാസ പ്രൊഫൈലിന്റെ ഭാഗത്ത്. അപ്പൊ ഈ ഒരു പ്രൊഫൈലൊക്കെ പൊട്ടി നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത് മാർക്കറ്റ്. ആക്ച്വലി പറഞ്ഞാൽ 23,100 ഭാഗത്ത് മാർക്കറ്റ് നിൽക്കുന്നു. 23,100 മാർക്കറ്റിൽ നിന്നാൽ ഫസ്റ്റ് വരുന്ന 23,056 ഭാഗത്തേക്ക് നിഫ്റ്റി വരാം. എത്രയാണ്? 23,056, 23,056 ഭാഗത്തേക്ക് നിഫ്റ്റി വരാം. ഫസ്റ്റ് അവിടെയാണ്. സെക്കൻഡ് ടാർഗറ്റ് നമ്മളെ ബിഗ് റൗണ്ട് നമ്പർ എന്ന് പറഞ്ഞാൽ 23,000 ഭാഗത്തേക്ക് വരാനും, പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീക്കിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയ 22,940, ആ 22,940 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതാണ് നിഫ്റ്റിയുടെ എൻ്റെ റെഫറൻസ് ആയിട്ട് പറയാനുള്ളത്. നാളെ തിരിച്ച് നമ്മൾ ഈ 23,234, 200 മുകളൊക്കെ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ ഈ POCയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേർഷൻ നടത്തി ഈ സിംഗിൾ പ്രിന്റിനെയൊക്കെ ഫില്ല് ചെയ്യാനുള്ള ചാൻസ്, അതായത് ഇന്നലെ ഈ സിംഗിൾ പ്രിന്റ് ഒക്കെ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. ഇനി ഞാൻ ബൈ എടുക്കുന്നത് 23,450 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ 23,450 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ബൈ എങ്ങോട്ട് പോവാം? ഫസ്റ്റ് 23,500, 23,500 ഭാഗത്തേക്ക് പോവാം. സെക്കൻഡ് 23,560 ഭാഗത്തേക്ക് പോവാം. എത്രയാണ്? 23,560 ഭാഗത്തേക്ക് പോകാനും. തേർഡ് 23,610,
610യുടെ ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ്, അതായത് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. അതിന് ആദ്യം വേണ്ടത് 23,450 എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ വാല്യൂ ഏരിയ ഹൈക്ക് മുകളിൽ അവ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെല്ലറുടെ പ്രസൻസ് ഒന്ന് മാറി എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ അവ എങ്ങോട്ട് പോവാം? 500, 560, 610 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതൽ. അപ്പൊ നിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ആയിരുന്നു, ഡിസ്ട്രിബ്യൂഷൻ ഡേ എന്ന് വേണമെങ്കിൽ പറയാം ഇന്നലത്തെ ദിവസത്തിന്. ഇനി ബാങ്ക് നിഫ്റ്റി എടുക്കാം. സോ ബാങ്ക് നിഫ്റ്റി നമ്മളെ എല്ലാ സപ്പോർട്ടും ലെവൽസും പൊട്ടിയിട്ടാണല്ലോ ആശാൻ ക്ലോസ് ചെയ്ത്. ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ആണ്, ലാർജ് IB, വലിയൊരു മാറ്റമൊന്നുമില്ല, ഒരു ഷേപ്പ് ബി ഒക്കെയാണ്. 54,109 ഭാഗത്താണ് POC. സോ ഞാൻ ആ POC ഒന്ന് ബാങ്ക് നിഫ്റ്റിക്ക് താഴേക്ക് കൊണ്ടുവരാം. 54,109 ഭാഗത്തേക്ക് ആ POC ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ബാങ്ക് നിഫ്റ്റി പൊട്ടുന്നുണ്ടെങ്കിൽ 53,650 താഴെ, 53,650 താഴെ മാത്രമേ ബാങ്ക് നിഫ്റ്റി പൊട്ടുകയുള്ളൂ. പൊട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകും? നമ്മൾ ഈ 17 ഏപ്രിലിന്റെ കഴിഞ്ഞ വർഷത്തെ പ്രൊഫൈലിന്റെ ഭാഗത്തൊക്കെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നമ്മളിങ്ങനെ വലിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾ നോക്കുമ്പോൾ അറിയാലോ, ഇങ്ങനെ കണ്ട ഈ 63,610 എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ഭാഗത്ത്. ഇത് ഏത് ഭാഗമാണ് നിങ്ങൾക്ക് അറിയാമോ? ഇത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എടുത്ത സെപ്റ്റംബർ മാസത്തെ ഈ ഒരു ഏരിയയുടെ ഭാഗത്ത് കിടന്നില്ല. 53,610 അതായത് 53,564 ഭാഗത്തേക്ക് ഒരു സപ്പോർട്ട് കാണാം. 53,564 ഭാഗത്തേക്ക് ഫസ്റ്റ് ഒരു സപ്പോർട്ട് എടുക്കാനുള്ള ദിവസമാണ്. അപ്പം അതും പൊട്ടിയാൽ മാത്രമേ നമ്മൾ ഈ 17 ഭാഗത്ത് 554 53,554 53,554 ഭാഗത്തേക്ക് ഒരു സപ്പോർട്ട് എടുക്കാം. പക്ഷെ അതും പൊട്ടിയാൽ നമ്മൾ എങ്ങോട്ട് പോകും? പിന്നെ നമുക്ക് ഒരു ഡേഞ്ചറസ് ആയ ഒരു സിറ്റുവേഷനിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ അത് എങ്ങോട്ട് പോകും എന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ പ്രൊഫൈൽ ഇങ്ങനെ വലുതാക്കി കൊണ്ടിരിക്കുന്നത് കണ്ടല്ലോ, 17 ഏപ്രിലിന്റെ പ്രൊഫൈലിന്റെ ഭാഗത്തേക്ക് പോവാം. അവിടുത്തെ സിഡിയുടെ ലോ ആയ 53,326 53,326 ഭാഗത്തേക്ക് പോവാം. സെക്കൻഡ് തേർഡ് ടാർഗറ്റ് അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് 53,041 53,041 ഭാഗത്തേക്ക് തേർഡ് ടാർഗറ്റ്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഒരു സപ്പോർട്ട് ഇല്ല. നമ്മൾ ഈ ഒരു പ്രൊഫൈലൊക്കെ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. അതാണ് അപ്പൊ 53,650 പൊട്ടിയാൽ 554 ഭാഗത്ത് ചെറിയൊരു സപ്പോർട്ട് ഉണ്ട്. അത് പൊട്ടുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. സോ ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ബൈ എന്ന് പറഞ്ഞാൽ എടുക്കുന്നത് 54,650 മുകളിൽ മാത്രമേ. നിഫ്റ്റിയുടെ 23,450 ഇത് 54,450 ഭാഗത്ത് മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് ഫസ്റ്റ് ടാർഗറ്റ് എങ്ങോട്ട് പോവാം? 54,600 ഭാഗത്ത് 54,650 ഭാഗത്തേക്ക് പോവാം, അല്ല 600 ഭാഗത്തേക്ക് പോവാം. അതിന് മുകളിൽ 54,780 54,780 ഭാഗത്തേക്ക് പോകാനും, അതിന് മുകളിൽ അവ എങ്ങോട്ട് പോവാം? വേണമെങ്കിൽ ഈ ഒരു വാല്യൂ 54,916 ഭാഗത്തേക്ക് പോകും. 54,916 ഇന്നലത്തെ പ്രൊഫൈലിന്റെ ആ ഒരു ഭാഗത്തേക്ക് എൻട്രി ചെയ്യാം. 54,916 എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തേക്ക് എൻട്രി ചെയ്യാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 54,450 ബാങ്ക് നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ മാത്രം ഈ പറഞ്ഞ റെഫറൻസ് ലെവലൊക്കെ ആക്റ്റീവ് ചെയ്യാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇത് കൃത്യമായി നിങ്ങൾ വാച്ച് ചെയ്യുക, അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇതാണ് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് എനിക്ക് പറയാനുള്ള റെഫറൻസ് ലെവലുകൾ. ഇനി നമുക്ക് നോക്കേണ്ട മിഡ് ക്യാപ്പ്. ഇപ്പൊ മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. ബി സിംഗിൾസോട് വന്ന് ബി പീരീഡിലെ സിംഗിൾ പ്രിന്റ് ആക്റ്റീവ് ആയത് ഹെവി ആയിട്ട് സെല്ലിംഗ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചു. 12,675 ഭാഗത്തേക്കാണ് അതിന്റെ POC വന്നിരിക്കുന്നത്. 12,675 ആണ് മിഡ് ക്യാപ്പിന്റെ POC. എത്രയാണ്? 12,675 ഭാഗത്തേക്ക് ആ POC വന്നു. ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്തു. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ലോ, അതായത് 12,550 താഴെ മാത്രമേ ഞാൻ ഒരു സെല്ലിംഗ് 12,550 താഴെ മാത്രമേ 12,550 അല്ല 12,575 12,575 താഴെ മാത്രമേ ഒരു സെല്ലിംഗ് ഉള്ളൂ. അത് ഫസ്റ്റ് ടാർഗറ്റ് എങ്ങോട്ട് കൊണ്ടുവരും? 12,518 ഭാഗത്തേക്ക് കൊണ്ടുവരും. അവിടെ ഒരു പഴയൊരു സപ്പോർട്ട് ഉണ്ട്, 12,512 ഭാഗത്തേക്ക് കൊണ്ടുവരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 463 ഭാഗത്ത് അവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്. തേർഡ് ടാർഗറ്റ് 12,400 ഭാഗത്തേക്ക്. ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പ്. ഇത് ലെവൽസ് നേരത്തെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ലെവൽസിന്റെ ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി മിഡ് ക്യാപ്പിലെ ഒരു ബൈയിങ് എന്ന് പറയുമ്പോൾ 12,831 മുകളിൽ മാത്രമേ 35, അതായത് 4 പോയിന്റ് മാറ്റി 12,835 12,835 മുകളിൽ മിഡ് ക്യാപ്പിൽ ഒരു ബൈയിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എങ്ങോട്ട് പോകും? ഫസ്റ്റ് അവൻ 12,885 12,885 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് 12,948 ഭാഗത്തേക്ക് വരാം.
12,948 ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 13,000 ഭാഗത്തേക്ക്, അല്ലെ 12,975, 12,975. അപ്പൊ ഇതാണ് R2 R3 തമ്മിൽ അടുപ്പിച്ചാണ് ലെവൽ. സോ 12,835 പൊട്ടുകയാണെങ്കിൽ മിഡ് ക്യാപ്പിൽ ഒരു അപ്പർ മൊമെന്റം വന്ന് ആ അപ്പർ മൊമെന്റം മുകളിലോട്ട് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിനെ കുറിച്ചും പറയാനുള്ള ലെവൽ. അപ്പം എല്ലാവരും, ഞാൻ ആ ഫസ്റ്റ് ഹാഫിലെ സെഷൻസിൽ കൃത്യമായിട്ടുള്ള ഒരു വീക്ക്ലി റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങോട്ട് ഏതൊക്കെ ലെവൽസ് നോക്കണം, ഏതൊക്കെ ലെവൽസിന് മുകളിൽ മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്യാം, ഏതൊക്കെ ലെവലിന് മുകളിൽ ന്യൂട്രൽ ആവുന്ന എല്ലാം വ്യക്തമായിട്ടുള്ള വീക്ക്ലി റിപ്പോർട്ട് പറഞ്ഞായിരുന്നു. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, മിഡ് ക്യാപ്പ് എല്ലാം ന്യൂട്രൽ സ്ട്രീം ഡൗൺ ആയിട്ട് തന്നെ ക്ലോസ് ചെയ്തിരിക്കണം. അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് എല്ലാം ഞാൻ പറഞ്ഞിട്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ നാളത്തേക്കുള്ള ലെവൽ ട്രേഡിങ്ങിനെ കുറിച്ചും കൃത്യമായിട്ട് പറഞ്ഞിട്ടായിരുന്നു. ഇൻ കേസ് ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ആണെങ്കിൽ ഈ ലെവൽ ആക്ടിവേറ്റ് ഇല്ലെങ്കിൽ ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം നിങ്ങൾ ട്രേഡിങ്ങിന്റെ ഞാൻ ഈ പറഞ്ഞ റെഫറൻസ് ലെവലിന്റെ ഭാഗത്തേക്ക് നമുക്ക് നോക്കാം. സോ നാളത്തേക്കുള്ള ട്രേഡ് ആക്ഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു നമ്മുടെ ഈ 12,730 മുകളിൽ മിഡ് ക്യാപ്പ് നിൽക്കുകയാണെങ്കിൽ ഈ സിംഗിൾ പ്രിന്റ് ആയ 12,780 ഭാഗത്തും തിരിച്ച് ഒരു 12,885 ഭാഗത്തും തിരിച്ച് ഈ POC ഈ കഴിഞ്ഞ വ്യാഴത്തെ POCയുടെ ഭാഗത്ത് ഒരു മീൻ റിവേർഷൻ ട്രേഡ്സ് ഒക്കെ പോസിബിൾ ആണ്. ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി അടിച്ചിട്ടില്ല എങ്കിൽ ഈ 55,000-നും 53,730 ഈ ഒരു റേഞ്ച് ഉണ്ടല്ലോ, ഈ ഒരു റേഞ്ചിനകത്ത് 54,500-നും 53,800-നും ഈ റേഞ്ച് വേണമെങ്കിൽ ഒരു ഗ്യാപ്പ്, ഒരു റേഞ്ച് ഫില്ലിംഗ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. മിഡ് ക്യാപ്പിൽ ഈ 55,155 ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് അത്രയ്ക്ക് ഒരു ഹെവി ആയിട്ടുള്ള മൊമെന്ററിയൽ ബൈ കാണണം. ഇല്ല എങ്കിൽ ഇങ്ങനെ കിടന്ന് റേഞ്ച് കിടന്ന് കളിക്കാനുള്ള ചാൻസേ കാണുന്നുള്ളൂ. നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി 23,200-ന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു സിംഗിൾ പ്രിന്റ് ഫില്ല് ചെയ്ത് ഈ POCയുടെ ഭാഗത്തേക്കും അതിന് മുകളിൽ ഈ വാല്യൂ ഏരിയ ഹൈയുടെ ഭാഗത്തേക്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ചും കൂടുതലാണ്. ഇതാണ് എനിക്ക് ഒരു ട്രേഡബിൾ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. ഇന്നലത്തെ ഫ്രൈഡേയുടെ ഹൈയുടെ ഭാഗത്ത് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും മിഡ് ക്യാപ്പിലെല്ലാം ഒരു സെല്ലിംഗ് പ്രഷർ ഇമർജ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് അത് കടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബുള്ളിഷ് സപ്രസിന്റെ ഭാഗത്തേക്ക് ചാടിക്കേറി വിടാൻ പാടില്ല. ആ ഭാഗത്തുള്ള ഓപ്ഷന്റെ പ്ലേയിങ്ങും ആ ഭാഗത്തുള്ള ഓർഡർ ഫ്ലോ പ്ലേയിങ് എല്ലാം അറിയാൻ വേണ്ടി നിങ്ങൾ കൃത്യമായി നോക്കുക. നിങ്ങൾ ഗോ ചാർട്ടിങ് സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഓർഡർ ഫ്ലോയും മക്ക പ്രൊഫൈലെല്ലാം നല്ല കിടിലമായ രീതിയിൽ കിട്ടുന്നുണ്ട്. അത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി എൻ്റെ കോഡായ അറിയാലോ, ഗ്രേറ്റ് ഈഗിൾ എന്ന് പറഞ്ഞ ക്യാപിറ്റൽ ലെറ്ററിൽ ഗ്രേറ്റ് ഈഗിൾ ഒരുമിച്ച് ഗ്രേറ്റ് ഈഗിൾ എന്ന് പറഞ്ഞ ആ കോഡ് അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഈ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അത് കൊടുത്തേക്കാം. അതുവഴി ചെയ്യുക. ഇതായിരിക്കും എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള ഒരു ചാടി കയറി പേടിച്ച് ഫിയർ ഓഫ് മിസ്സിംഗ് ഓപ്പർച്യൂണിറ്റി വെച്ച് ട്രേഡിംഗ് ചെയ്യേണ്ട. കൃത്യമായ ലെവലിൽ വർക്ക് ചെയ്ത് പ്ലാൻ ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. സോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മെന്ററിംഗ് ബാച്ച് തുടങ്ങിയ കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൽ ഇനി പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ പഴയതിന്റെ കൂടെ ആഡ് ആവുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടാം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഒരാഴ്ച ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എൻ്റെ കൂടെ ലൈവായിട്ട് ട്രേഡ് റൂമിൽ ഇരുന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഡിസൈഡ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ ഒരു വീക്ക് നിങ്ങൾക്ക് എൻ്റെ ലൈവ് ഗ്രൂപ്പിൽ ഇരുന്ന് എൻ്റെ കൂടെ സൂമിൽ നിങ്ങൾക്ക് ഇരുന്ന് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ മെന്ററിങ്ങിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ഹാപ്പി ട്രേഡിംഗ് ആൻഡ് ഹാപ്പി വീക്കെൻഡ് ടു ഓൾ മൈ ട്രേഡിംഗ്.